ഹലോ ഗായ്സ്, വെൽക്കം ടു ലോക്കീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഫുഡ് ഹണ്ട് എവിടെയാണെന്ന് വെച്ചാൽ 1980s കാലിക്കറ്റ് കണ്ണൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വയനാട് ഞങ്ങളുടെ വീക്കെൻഡ് സ്പോട്ടാണ്. അപ്പോൾ അത്രയും തവണ വയനാട് പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെല്ലാ പ്രാവശ്യവും ഒരു തവണ 1980s ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ ഊണും കഴിക്കുന്നുണ്ട് പതിവ് പോലെ തന്നെ, പ്ലസ് കുറച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസും കൂടി ഓർഡർ ചെയ്യണം. പിന്നെ ഇവരിപ്പോൾ ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടോ. ഗൈസ്, മില്ലേനിയൽ ഡാഡാസ് ആർ ദ ബെസ്റ്റ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഐ എം സ്റ്റിൽ ഫീഡിങ് മമ്മ. അപ്പോൾ അവൻ്റെ വിശപ്പിനേക്കാളും എൻ്റെ വിശപ്പിന് ഒരു തരി കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്നതിൽ ഐ ഫീൽ സോ ഗുഡ്. അപ്പോൾ ഈ സൂമിനായി വരുന്ന സാധനം എന്താണെന്നറിയോ? ഇതാണ് പാൽപത്തിരി ബീഫ്. എന്തമ്മ അടിപൊളി സാധനം. ഇത് പിന്നെ ചോറിൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കാനുള്ള ചെമ്മീൻ ഫ്രൈ. പിന്നെ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഓക്കെ ബിരിയാണിയാണ്. ഇവരൊക്കെ ബിരിയാണിയുടെ ഒപ്പം വന്നാണ് സാലഡ്, ചമ്മന്തി, അച്ചാർ. ഇനി ആ ഇലയിലോട്ട് ശ്രദ്ധിച്ചു നോക്കൂ, ഓരോരുത്തരായിട്ട് വരുന്നത് കാണാം. ഈരൂനും ബീലൂനും പായസം കൊടന്ന് വെച്ചേക്കാ. പക്ഷെ പിള്ളേർക്ക് അങ്ങനെ മധുരം കൊടുക്കലില്ല. ഇനി വരുന്ന ആളൊന്ന് ശ്രദ്ധിക്കൂ. ഇവരുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തി. വറ്റൽ മുളകൊക്കെ ചതച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഭയങ്കര അടിപൊളി സാധനം കേട്ടോ. സാധനം ഇച്ചിരി എരിവൊക്കെയാണ്, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് അതിന്. ഇലയുടെ പകുതി അങ്ങോട്ട് നിറഞ്ഞു. എന്തൊരു എസ്തറ്റിക് സെൻസാ ചേട്ടൻ്റെ നോക്കുക. അടിക്ക് വിളമ്പി വെച്ചേക്കാം. സാമ്പാർ വന്നു, നീ കഴിക്കാം. കറുമുറുന്നുള്ള കൊഴുവ പൊരിച്ചതുണ്ട് ഇവർക്ക്. അതന്വേഷിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ കിട്ടിയത് ചെമ്മീൻ വറുത്തതാണെന്നുള്ളൂ. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ അത് ചോദിച്ചു മേടിച്ചോളൂ കേട്ടോ. ഞങ്ങൾക്കത് കിട്ടിയില്ല. പിന്നെ ചെമ്മീൻ പെറുക്കി തിന്ന് വിഷമം അങ്ങോട്ട് മാറ്റി. ഫുഡ് അടിപൊളിയാ, നൈസായിരുന്നു. ചോറ്, ബീഫും പത്തിരിയും, പിന്നെ നമ്മൾ മേടിച്ച ബിരിയാണി അല്ലേ, നൈസാ. നൈസ് സ്പോട്ടാ. ചെമ്മീൻ അടിപൊളിയായിരുന്നു. വായിലെന്താന്നല്ലേ ശർക്കര വരട്ടി. അറിയാത്തവർക്കായിട്ട് പറയുക, ഇത് ആക്ടർ അബൂ സലീം, പുള്ളിയുടെ റെസ്റ്റോറൻറ്റാ. എല്ലാം കഴിഞ്ഞൊരു ഫാൻസി ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 1166. പീപ്പിനോടും മനീനോടും വീരുവിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനിയിപ്പോൾ വന്ദേ ഭാരത് പിടിച്ച് വീട്ടിൽ പോകണം. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ആ പിക്ചേഴ്സൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഇതേ സന്തോഷം തന്നെയാണ് പിന്നെയും ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ഇൻസ്പിറേഷനും. സോ ഗൈസ്, ഡോണ്ട് മിസ് എനി ചാൻസ് ടു ബി ഹാപ്പി. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.